செம்ம பேரண்ட்ஸ் சொல்றாரு நல்ல மக்கள் எத்தனையே படிப்பாட்டேன் டைமும் படிக்கல அவனுக்கு தலைகே பத்தில்ல எத்தனை சொந்து கொடுத்தேன் டைமும் அவனுக்கு அது ಅರ್ಥ ಆವಿಲ್ಲ ಬಾಕಿ ವಿಷಯಲ್ಲ ಅವನಿಗೆ ಬೇಗ ಅರ್ಥ ಆವಡು ಮೊಬೈಲ್ ಒತ್ತೋಗ ಅಲ್ಲಂಡೆ ಹೆಂಗೆ ಬೇರೆ ಕಲಿಯದ ವಿಷಯത്തിലെಲ್ಲ ಬೇಗ ಅವನಿಗೆ ಇಂಟ್ರೆಸ್റ്റും പണ്ട് അങ്ങനെ ക്ലാസ്സിലുള്ള മക്കൾ ചൊന്നേണ്ടായും അങ്ങനെ ക്ലാസ്സിൽ എല്ലാവരും നല്ല പഠിക്കട മക്കൾ കിടാറ് ബട്ട് ഓണ് ಬೇಣ್ಸೊಂದು ತಾಕಡೆ ಐತಿಕೊಂಡು ಚೊಳ್ಳೆ ಪೇರೆಂಟ್ಸ್ ಉಳ್ಳಾರು ಅಪ್ಪ ಊടെ ನಂಗೆ ಒಂದು ಅರ್ಥ ಹಾಕೋಣ ಇಪ್ಪ ಈ ಒಂದು ಸ್ಕೂಟಿ ನಾನಿപ്പോൾ ഇതിൽ സെൽഫിൽ എന്താക്കിയ സ്റ്റാർട്ട് ആക്കിയ ബട്ട് അത് സ്റ്റാർട്ട് ആയില്ല ഇതേ ഒരു സ്കൂട്ടി സെൽഫിലും സ്റ്റാർട്ട് ആവിടും അല്ലാണ്ട് കിക്ക് അടിച്ചെങ്കിൽ കിക്കിൽ സ്റ്റാർട്ട് ആവിടും ಏನು അതുമാ ഇല്ലാണ്ടെങ്കിൽ ഒരു ജർക്കിട്ടെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ആവിടും ഇല്ലാണ്ട് എന്താക്കണം അതിനെ വർക്ക്ഷോപ്പിಗೆ എടുത്തോണ്ട് പോകണം അതേപോലെ ആയിട്ടിക്കിട് ഞങ്ങളെ മക്ക ചൊന്നുണ്ടെങ്കിൽ നല്ല സ്മാർട്ട് ഇക്കിടെ മക്ക ഇക്കിടാറ് അങ്ങനെയുള്ള നല്ല ക്ലാസ് ലെവലിൽ നല്ല എന്താ അവിടാറ് ഉഷാറായിട്ട് വേഗ ചൊന്നനിക്കമേ ടീച്ചേഴ്സ്മാർ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വേഗ ക്യാച്ച് ആക്കിടാറ് ചില മക്ക ഇക്കിടാറ് അതേ ക്ലാസ് സെയിം ക്ലാസ് ആയിട്ടിക്കും ബട്ട് അങ്ങക്ക് തെല്ല് ട്യൂഷനാ ಬೇರೆ എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രം ആയിട്ടിക്കും അങ്ങ് ഉഷാറായിട്ട് പണ്ടേ പിന്നെ ചില മക്ക ഇക്കിടാറ് അങ്ങക്ക് എത്ര ചൊന്നെങ്കിലും അർത്ഥം ആവില്ല ബട്ട് അത് അങ്ങ് സമസ്യ ആയിട്ടല്ല അങ്ങനെ ഉൾഗത്തിലുള്ള പ്രോബ്ലം ആയിത്തേക്കിട് ആ പ്രോബ്ലം എന്തിനായിട്ട് ചൊന്നിട്ട് ഞങ്ങൾ അർത്ഥാക്കണം അപ്പം അങ്ങനത്തെ മക്കൾക്ക് ഞങ്ങൾ എന്തിനാക്കണം അങ്ങനെ അർത്ഥാക്കൊക്കെ ബാനായിട്ട് എന്തിനാക്കണം ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പുക അല്ലാണ്ടെങ്കിൽ അതുക്കുള്ള പരിഹാരം എവിടെ ഉണ്ടുണ്ട് നോക്കിയിട്ട് അവിടേക്ക് അങ്ങനെ കൂട്ടിയേ പോകണം അങ്ങനത്തെ മക്കൾക്കുള്ള ഒരു പരിഹാര കേന്ദ്ര ആയിത്തേക്കിട് ഇൻലൈറ്റ് ആ ഓതകും മെൽതകും കഷ്ടപ്പെട്ടേ എന്ത് റീസൺ ആയിത്തേക്കിടെന്ന് ചൊന്നിട്ട് അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ ഒന്ന് അസസ്മെൻറ്റ് ആക്കിയിട്ട് അങ്ങക്ക് വേണമായ രീതിയിലുള്ള പരിഹാരം കൊടുക്കുന്ന ഒരു റെമിഡി സെൻറ്റർ ആയിത്തേക്കിട് ഇൻലൈറ്റ് ವರ್ಕ್ಶಾಪ್ಗೆ ಉಂದಾ ಇನ್ಲೈಟ್ರೆ ಮೋರ್ ಡೀಟೇಲ್ಸ್ ಬೇನಾಯ್ತು ಕೀಳ್ಕಂಡ ನಂಬರ್ಗೆ ಕಾಂಟ್ಯಾಕ್ಟ್ ಆಗ ಥ್ಯಾಂಕ್ ಯು